ഹാപ്പി ഗാർഡനിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷ നേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. നമ്മൾ പലപ്പോഴും നമുക്ക് ആവശ്യമുള്ള മല്ലിയില കടയിൽ നിന്ന് വാങ്ങിക്കാറായിരിക്കും പതിവ്. അപ്പോൾ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരുന്ന മല്ലിയിലയിൽ ഒരു ചെറിയൊരു ഭാഗം നമ്മൾ വേസ്റ്റായിട്ട് കളയാറുണ്ട്. ഇതിൻ്റെ കട ഭാഗം വേരുള്ള ഭാഗം നമ്മൾ മുറിച്ചിട്ട് വേസ്റ്റായിട്ട് നമ്മൾ വലിച്ചെറിയും. അപ്പോൾ പലർക്കും അറിയില്ല നമുക്ക് ആവശ്യമുള്ള മല്ലിയില വേസ്റ്റാക്കി കളയുന്ന മല്ലിയുടെ തണ്ട് നിന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന്. എന്താ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ മല്ലിയില ഈ ഒരു കട ഭാഗത്തുനിന്ന് ഉണ്ടാക്കിയെടുക്കുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ആ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒത്തിരി ഇൻഫോർമാറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. നമ്മൾ എപ്പോഴും കൊണ്ടുവരുന്ന ഈ മല്ലിയുടെ തണ്ടുകളിൽ നിന്ന് നമ്മൾ വേസ്റ്റാക്കി ഒഴിവാക്കി കളയുന്ന പല തണ്ടുകളും നല്ല ഹെൽത്തി ആയിട്ടുള്ള തണ്ടുകളായിരിക്കും. ജസ്റ്റ് ഒന്ന് മണ്ണിലിട്ട് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് വേര് വന്ന് ഇഷ്ടം പോലെ മല്ലിയില ഉണ്ടാക്കി ഇത് തരാൻ പറ്റുന്ന പല തണ്ടുകളും നമ്മൾ വേസ്റ്റായിട്ട് ഒഴിവാക്കി കളയാറുണ്ട്. അപ്പോൾ നമുക്കറിയില്ല ഏതൊക്കെ തണ്ടുകൾ വേര് പിടിക്കും, ഏതൊക്കെ തണ്ടുകൾ വേര് പിടിക്കില്ല എന്ന് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. നമ്മൾ ചിലപ്പോൾ പലപ്പോഴും ട്രൈ ചെയ്ത് നോക്കാറുണ്ടായിരിക്കില്ല. അപ്പോൾ ഇത്തരം തണ്ടുകൾ എങ്ങനെ സെലക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ അടുത്ത് വേസ്റ്റാക്കി കളയുന്ന തണ്ടുകളിൽ ഒരുപാട് വണ്ണം കൂടിയതും ഒരുപാട് നേർത്ത് മെലിഞ്ഞിട്ടുള്ളതും തണ്ടുകൾ നമ്മൾ എടുക്കാതെ ഒഴിവാക്കി കളയാം. ഒരു മീഡിയം സൈസിലുള്ള തണ്ടുകൾ നമ്മൾ മാറ്റി വയ്ക്കുക. ഇത്തരം തണ്ടുകളാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വേര് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വേര് പിടിക്കുകയും ഒരുപാട് ഇലകൾ പ്രൊഡ്യൂസ് ചെയ്ത് തരികയും ചെയ്യാം. ഈ തണ്ടുകളാണ് നമ്മൾ വേര് പിടിപ്പിച്ചെടുക്കാൻ പോകുന്നത്. ഇനി നമുക്കിതിന് വേണ്ടിയുള്ള പോട്ടി മിക്സ് തയ്യാറാക്കാം. നമ്മൾ ഏത് ചെടി നടുകയാണെങ്കിൽ നമുക്ക് അതിനൊരു പോട്ടി മിക്സ് വേണം. നല്ല സ്മൂത്ത് ആയിട്ടുള്ള നീർവാഴ്ചയുള്ള പോട്ടി മിക്സ് ആണ് മല്ലിയുടെ തണ്ടുകൾ നടാൻ വേണ്ടി നമ്മൾ എടുക്കേണ്ടത്. ഒരുപാട് വെള്ളം കെട്ടി കിടക്കുന്ന തണ്ടുകളോ അല്ലെങ്കിൽ തീരെ വെള്ളം നിർത്താൻ പറ്റാത്ത പോട്ട് മിക്സോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മല്ലിയുടെ തണ്ടുകൾ ഒന്നെങ്കിൽ ഉണങ്ങിപ്പോകും അല്ലെങ്കിൽ ചീഞ്ഞു പോകും. ഈ രണ്ട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ നമ്മൾ എപ്പോഴും നന്നായിട്ട് സ്മൂത്തായിട്ട് ബാലൻസ്ഡായിട്ട് വെള്ളമൊക്കെ പിടിച്ച് നിർത്താൻ പറ്റിയ ഒരു പോട്ട് മിക്സ് എടുക്കുക. എന്നാൽ ഒരുപാട് വെള്ളം കെട്ടി കിടക്കുന്ന പോട്ട് മിക്സ് നമ്മൾ ഇതിനെടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ മുൻപേ മല്ലിയുടെ വിത്തുകൾ മുളപ്പിച്ചിട്ട് എങ്ങനെ മല്ലിയില ഉണ്ടാക്കിയെടുക്കുന്നതിനെ കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ മല്ലിക്ക് വേണ്ടിയുള്ള പോട്ട് മിക്സ് തയ്യാറാക്കിയത് ചാണകപ്പൊടി, കോക്കോപീറ്റ്, മണ്ണ്, ഇത് മൂന്നും മിക്സ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു പോട്ട് മിക്സ് തന്നെ നമുക്ക് ഇതിനു വേണ്ടി തയ്യാറാക്കാം. അതല്ലെങ്കിൽ നമുക്ക് വെർമി കമ്പോസ്റ്റ്, കോക്കോപീറ്റ്, മണ്ണ്, ഇത് മൂന്നും മിക്സ് ചെയ്തിട്ടും ഇതിനു വേണ്ടിയുള്ള പോട്ട് മിക്സ് തയ്യാറാക്കാം. അപ്പോൾ ഈ രണ്ട് തരം പോട്ട് മിക്സ് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് വെർമി കമ്പോസ്റ്റ്, കോക്കോപീറ്റ്, മണ്ണ്. അപ്പോൾ ഈ ഒരു സാധനമാണ് ഇത് നടാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഈ നമ്മുടെ മല്ലിയുടെ മുറിച്ച് വെച്ച തണ്ടുകൾ നടാം. ഈ മല്ലിയുടെ തണ്ടുകൾ നടുക മുമ്പായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ തൂമ്പിൻ്റെ ആ ഒരു ഭാഗത്തുള്ള കുറച്ച് ഇലകൾ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വേര് പിടിച്ചു കിട്ടും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ മല്ലിയിലയിൽ ചെറിയൊരു ഭാഗം ഇല അതിൽ ബാക്കി വെക്കുക. ഇങ്ങനെ നട്ട് കഴിഞ്ഞ് ഏകദേശം 2-3 ദിവസം കഴിഞ്ഞ ശേഷം നമ്മൾ സ്യൂഡോമോണാസ് കുറച്ച് കലക്കിയിടുന്ന ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ വേരുകൾക്ക് എന്തെങ്കിലും ചീച്ചിലെങ്ങാനും വരുന്നുണ്ടെങ്കിൽ അത് ചീച്ചിൽ വരാതെ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ നമുക്ക് സ്യൂഡോമോണാസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കൂടാതെ ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ് ഏകദേശം 1.5-2 ആഴ്ച കഴിയുമ്പോൾ തന്നെ നമ്മുടെ മല്ലിച്ചെടിയിൽ ഇഷ്ടം പോലെ ഇലകൾ പുതിയതായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ അന്തരീക്ഷ താപനില ഒരുപാട് കൂടുതലാണ്, ചൂട് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ ചൂട് കൂടുതലുള്ളത് മല്ലിയിലേക്ക് തീരെ ഇഷ്ടമുള്ളൊരു കാര്യമില്ല. മല്ലിയിലയുടെ വളർച്ച പെട്ടെന്ന് തന്നെ സ്ലോ ആയി പോകും. മല്ലിയിൽ പുതിയ ഇലകൾ വരില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ട് മല്ലിയുടെ ഗ്രോത്ത് സ്റ്റോപ്പായി പോകാറുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതിനുവേണ്ടി നമ്മൾ ഇടയ്ക്ക് ഉച്ച സമയങ്ങളിലൊക്കെ തണുത്ത വെള്ളം ഒരു സ്പ്രേയറിൽ നിറച്ച ശേഷം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ പലർക്കും അറിയില്ല ഇങ്ങനെ മല്ലിയുടെ തണ്ടുകൾ നട്ട് കഴിഞ്ഞാൽ ഇതിന് ഇഷ്ടം പോലെ ഇലകൾ ഉണ്ടാകും. അത് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യം പലർക്കും അറിയില്ല. ഇനി അറിയുന്നുണ്ടെങ്കിൽ തന്നെ പലരും ഇത് ട്രൈ ചെയ്ത് നോക്കാറുണ്ടാവില്ല. ഇനി അറിയുന്നുണ്ടെങ്കിൽ തന്നെ ചെയ്ത് നോക്കിയിട്ട് പരാജയപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ പരാജയപ്പെടാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ നടുന്നത് ചിലപ്പോൾ നേരിട്ട് മണ്ണിലോട്ടായിരിക്കും. ഇങ്ങനെ മണ്ണ് മാത്രമുള്ള പോട്ട് മിക്സ് നമ്മൾ ഇതിനു വേണ്ടി തയ്യാറാക്കി അതിൽ നട്ട് കഴിഞ്ഞാൽ പലപ്പോഴും ഇത് പരാജയപ്പെട്ടു പോകും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം വാർന്നു പോകാത്ത അല്ലെങ്കിൽ നീർവാർച്ചയില്ലാത്തൊരു മാധ്യമമായിരിക്കും. അപ്പോൾ ഇതിലോട്ട് നമ്മൾ നട്ട് കഴിഞ്ഞാൽ മല്ലിയുടെ വേരുകൾക്ക് അധികം വെള്ളം ഇഷ്ടമല്ല, എന്നാൽ വളരെ കുറഞ്ഞ വെള്ളവും മല്ലിക്ക് തീരെ ഇഷ്ടമല്ല. അപ്പോൾ ഒരു മീഡിയം ആയിട്ട് വെള്ളം വേണം, എന്നാൽ അത് അധികം ആവാനും പാടില്ല, എന്നിട്ട് കുറവാവാനും പാടില്ല. ഈ ഒരു രീതിയിലായിരിക്കണം മല്ലിക്ക് ആവശ്യമുള്ള വെള്ളം. അപ്പോൾ ഇത് നമ്മൾ സാധാരണ മണ്ണിൽ നട്ട് കഴിഞ്ഞാൽ മല്ലിക്ക് അത് കിട്ടില്ല. ഈ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് മല്ലിയുടെ തണ്ടുകൾ പലപ്പോഴും ചീഞ്ഞു പോവുക അല്ലെങ്കിൽ ഉണങ്ങി പോവുക ഒക്കെ സംഭവിക്കും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി വെള്ളമൊക്കെ ബാലൻസ് ചെയ്ത് പിടിച്ചെടുക്കാൻ പറ്റുന്ന എന്നാൽ ഒരുപാട് വെള്ളം കെട്ടിക്കിടക്കാത്ത ഇങ്ങനെയുള്ള പോട്ട് മിക്സ് തയ്യാറാക്കി അതിലോട്ട് നടുക. അങ്ങനെ നട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമ്മുടെ മല്ലിക്ക് വേര് പിടിച്ചു കിട്ടും. പിന്നെ ഒരു ട്രിക്ക് കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മളിങ്ങനെ മല്ലി നട്ട ശേഷം ഈ ഒരു മല്ലിയുടെ ചെടിയുടെ മുകളിലൂടെ നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കവർ ഇട്ട് മൂടി കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ ഈ ഒരു മല്ലിയുടെ തണ്ടിന്
അതിന് വേര് പിടിച്ചു വരും. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ഈ ഒരു തണ്ട് നട്ട ശേഷം നേരിട്ട് വെയിലത്തോട്ട് വെക്കാൻ പാടില്ല. നമ്മൾ തണലത്തോട്ടാണ് ഈ ചെടി വെക്കേണ്ടത്. 3 ദിവസം കഴിഞ്ഞ ശേഷം നമുക്ക് വെയിലത്തോട്ട് വെക്കാം. അപ്പോൾ അത്യാവശ്യം വെയിൽ ആവശ്യമുള്ള ഒരു പ്ലാന്റ് ആണ്. നമ്മൾ വെയിലില്ലാത്ത ഭാഗത്തൊക്കെയാണ് ഒരു മല്ലി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വളർച്ച വളരെ സ്ലോ ആയിരിക്കും. നമ്മൾ വിചാരിച്ച രീതിയിലൊന്നും മല്ലിയുടെ ഇലകൾ നമുക്ക് കിട്ടില്ല. നമ്മൾ മല്ലിയുടെ വിത്തുകൾ മുളപ്പിച്ചിട്ട് മല്ലി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിശദമായിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ നമ്മൾ മല്ലിയെക്കുറിച്ച് ഒരുപാട് കെയറിന്റെ കാര്യങ്ങൾ പലതും പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഇതിനും ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഈ ഒരു പാത്രത്തിൽ കാണുന്ന ചെടിക്ക് നമ്മൾ വേറെ എക്സ്ട്രാ വളമൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല. നമ്മൾ ഈ പോട്ട് മിക്സിൽ എന്ത് വളമാണ് ഉണ്ടായിരുന്നത് അതാണ് ഇപ്പോൾ ചെടി വലിച്ചെടുത്തുകൊണ്ട് ഈ ഇത്രയും ഇലകൾ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചാണകപ്പൊടി എക്സ്ട്രാ ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും നന്നായിട്ട് പുതിയ ഇലകളും നന്നായിട്ട് തണ്ടുകൾക്ക് വലിപ്പം കൂടാനൊക്കെ ഇത് ഒരുപാട് സഹായിക്കും. അങ്ങനെ നമുക്ക് ചെയ്തു കൊടുക്കാം. എന്നാൽ നമ്മൾ പോട്ട് മിക്സിൽ ഓൾറെഡി വളമൊക്കെ ഉള്ള കാരണം നമുക്ക് ഈ 1-1.5-2 ആഴ്ച കൊണ്ട് പുതിയ വളമൊന്നും ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 3-4 ആഴ്ച കഴിയുന്ന സമയത്ത് വേണമെങ്കിൽ അല്പം ചാണകപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പച്ചച്ചാണകം കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ തെളി നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പെട്ടെന്ന് ഇഷ്ടം പോലെ പുതിയ ഇലകൾ ഉണ്ടാകാനും നന്നായിട്ട് പച്ചപ്പ് കൂടാനൊക്കെ മല്ലിച്ചെടിക്ക് സാധിക്കും. അതും നമുക്ക് ചെയ്തു കൊടുക്കാം. നമ്മുടെ ചൂട് കൂടിയ കാലാവസ്ഥയിൽ മല്ലി പെട്ടെന്ന് തന്നെ പൂവിട്ടിട്ട് വിത്തുകൾ പ്രത്യക്ഷപ്പെടും. മല്ലിയുടെ ഇലകൾ വലുതായി വരുന്ന സമയത്ത് തന്നെ നമ്മൾ പെട്ടെന്ന് വെട്ടിയെടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള മല്ലി എടുത്ത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഈസി ആയിട്ട് നമുക്ക് ആവശ്യമുള്ള മല്ലി വീട്ടിൽ തന്നെ ഇഷ്ടം പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് ആവശ്യമുള്ള മല്ലി കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അടുത്ത പ്രാവശ്യം മല്ലി നടാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയേണ്ടത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.